ഒരു വീട് പണിയുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നത്തെയാണ് ഞങ്ങൾ വിൽക്കുന്നത് എന്നതായിരുന്നു CJ റോയുടെ മോട്ടോ. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ CJ റോയുടെ മരണം ഒരുപക്ഷെ ഷോക്കിംഗ് എന്നത് നമ്മളെല്ലാവരും പല പല വാർത്തകൾ ഉപയോഗിക്കുമെങ്കിൽ പോലും ദ മീനിങ് ഓഫ് ഷോക്കിംഗ് എന്താണ്, ആ ഞെട്ടൽ ആയ വാർത്ത, ഞെട്ടിക്കുന്ന വാർത്ത എന്നതിൻ്റെ അർത്ഥം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരിക്കും മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. അത് CJ റോയുടെ മരണമാണ്. ജനിച്ചതും വളർന്നതുമൊക്കെ കർണാടകയിലായ CJ റോയ് മലയാളം കൃത്യമായി സംസാരിക്കുന്നതൊക്കെ കേട്ട് നമ്മളൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ബട്ട് CJ റോയ് ഇൻ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, അതായിരിക്കും ഒരുപക്ഷെ CJ റോയ് ജനങ്ങൾക്കിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് റീച്ച് ഉണ്ടാക്കിയത്. ഇസ് എ ബ്രില്യൻ ബിസിനസ് മാൻ, ഇത്രയും വലിയൊരു ടൈക്കൂൺ, ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും CJ റോയ് ഇൻ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്താണ് ചെയ്തത്, ഹൗ ഡിഡ് ഹി സ്റ്റെപ്പ് ഇൻ ടു ഇറ്റ് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒരുപക്ഷെ ടെലിവിഷൻ റിയാലിറ്റി ഷോകളൊക്കെ മുളച്ചു പൊങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ദീർഘവീക്ഷണത്തോടെ ആയിരിക്കും CJ റോയ് അന്ന് കണ്ടിട്ടുണ്ടാവുക. എല്ലാ ടി വിയിലും ജനങ്ങൾ അന്ന് ഫോണോ ഐഫോണോ അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് TV ആയിരുന്നു. അങ്ങനെ 2007 സ്റ്റാർ സിംഗർ എന്ന് പറയുന്നൊരു പരിപാടി വരുന്നു. സ്റ്റാർ സിംഗർ 2007 ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. ആ 2007 1 കോടി രൂപയുടെ ഫ്ലാറ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് CJ റോയ് ആദ്യമായിട്ട് എൻ്റർടൈൻമെൻറ്റ് മേഖലയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നു. അങ്ങനെ വരുന്ന CJ റോയ് റെഗുലർ സ്പോൺസറായിട്ട് മാറി. വിന്നേഴ്സിനൊക്കെ തന്നെ കൃത്യമായിട്ട് ഇതുപോലെ സ്പോൺസർഷിപ്പ് കൊടുക്കാമെന്ന് തുടങ്ങി. CJ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് CJ റോയ് എന്നത് 2007 മുതൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനെ അങ്ങ് രജിസ്റ്ററായി. കാരണം ആ റിയാലിറ്റി ഷോ ഭയങ്കരമായി ഹിറ്റായിരുന്നു. ഇപ്പോഴും സ്റ്റാർ സിംഗറിന് വെല്ലാനുള്ള റിയാലിറ്റി ഷോ, അതായത് അന്നത്തെ സ്റ്റാർ സിംഗറിന് വെല്ലാനുള്ള റിയാലിറ്റി ഷോ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. അത്രമാത്രം തരംഗമായിരുന്നു. അവിടെയാണ് CJ റോയ് ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മൈൻഡ് ഉപയോഗിച്ച് അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ CJ റോയ്ക്ക് കിട്ടിയ റിട്ടേൺസ് ചേർന്നൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഇത്തവണത്തെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ 10 ലക്ഷം രൂപയാണ് CJ റോയ് അനൗൺസ് ചെയ്തത്. ആ 10 ലക്ഷം രൂപ അനൗൺസ് ചെയ്തതിന് ശേഷം CJ റോയ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അനീഷ്, അതായത് ഇവിടുത്തെ കോമണറായ ബിഗ് ബോസിൻ്റെ കോമണറിൽ ആയ അനീഷ്, ഒരുപക്ഷെ അനീഷ് ആയിരുന്നു വിന്നർ എന്നത് പലരും ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം വിചാരിച്ചു. ആ പൾസ് മനസ്സിലാക്കിയ CJ റോയ് എന്ത് ചെയ്തു, അനീഷിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ഒരു ചെക്ക് കൈമാറി. ആ ചെക്ക് കൈമാറിയത് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ തരംഗമായി. അപ്പോൾ വീണ്ടും CJ റോയ് ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും ഇടിച്ചു കയറി. റണ്ണറപ്പായിരുന്ന അനീഷിനെ പ്രധാന വിന്നറായിട്ട് ഒരു സ്പോൺസർ തന്നെ കണക്കാക്കിയപ്പോഴേക്കും ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഈ 2007 സ്റ്റാർ സിംഗറിൽ ഉണ്ടാക്കിയ ആ ഒരു വിജയം ഉണ്ടല്ലോ, ആ ഒരു വിജയം ടെലിവിഷൻ മേഖലയിൽ മാത്രം ഒരുക്കാതെ എൻ്റർടൈൻമെൻറ്റ് സിൽവർ സ്ക്രീനിലേക്കും കൂടി CJ റോയ് കടക്കുകയാണ് ചെയ്തത്. കാരണം അത്രയധികം ഇമ്പാക്റ്റാണ് CJ റോയ് അവിടെ നിന്ന് ഉണ്ടാക്കിയത്. 2012 അന്നത്തെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു മലയാള സിനിമ, റോഷൻ ആൻഡ്രൂസിൻ്റെ സംവിധാനത്തിൽ ബോബി സഞ്ജയ് തിരക്കഥ എഴുതിയ കാസനോവ എന്ന് പറയുന്ന സിനിമ. മോഹൻലാലാണ് പ്രധാന വേഷത്തിലെത്തിയത്. പക്ഷേ അതുവരെ കാണാത്തൊരു മോഹൻലാലിനെ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ നിർമ്മാതാവായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഓൺ ബോർഡ് വന്നു. CJ റോയ് എത്തി. അങ്ങനെ മലയാളത്തിലും കന്നഡത്തിലുമായി ഏകദേശം ഒരു 20ഓളം സിനിമകൾ CJ റോയ് നിർമ്മിച്ചു. അങ്ങനെ മലയാളത്തിലും കന്നഡത്തിലുമായി ഏകദേശം ഒരു 10 സിനിമയോളം CJ റോയ് നിർമ്മിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CJ റോയ് നിർമ്മിച്ച സിനിമയാണ് അനോമി. ഭാവന റഹ്മാൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ സിനിമയാണ്. അത് ഫെബ്രുവരി 6 റിലീസ്. ആ സിനിമ തിരശ്ശീലയിലേക്ക് വരുന്നതിന് മുമ്പാണ് CJ റോയ് മരണപ്പെടുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ CJ റോയ് പല ബ്രഹ്മാണ്ഡ സിനിമകൾക്കൊക്കെ പ്രോജക്റ്റ് ഇട്ടിട്ടുണ്ട്. മോഹൻലാലുമായിട്ട് തന്നെ ഒരുപാട് കൊളാബറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന സിദ്ദിഖിൻ്റെ സിനിമയിൽ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് നിർമ്മാതാക്കളിൽ. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്കകത്ത് കോൺഫിഡൻറ്റ് എന്നതൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് CJ റോയ് ബന്ധം സ്ഥാപിക്കുന്നത്. ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാലുമായിട്ടൊക്കെ അടുത്ത ബന്ധമാണ്. ആൻ്റണി പെരുമ്പാവൂർ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, അതായത് CJ റോയുടെ മരണത്തിന് ശേഷം പറഞ്ഞൊരു കാര്യം, പലപ്പോഴായ വാതിൽ ചെന്ന് മുട്ടാം, സംസാരിക്കാം, നല്ലൊരു അടുത്ത സുഹൃത്താണ് എന്നൊക്കെ ആൻ്റണി പെരുമ്പാവൂർ പറയുകയുണ്ടായി. അങ്ങനെ മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന ഒരുപക്ഷെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ സിനിമയായ പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയുടെ നിർമ്മാതാവും CJ റോയ് ആണ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ അത്രയും ബന്ധമുണ്ട് ആശീർവാദ് സിനിമാസും കോൺഫിഡൻറ്റ് ഗ്രൂപ്പും തമ്മിൽ. ഇരുവരും സംയുക്തമായിട്ടാണ്, ഈ 2 പ്രൊഡക്ഷൻ കമ്പനിയും സംയുക്തമായിട്ടാണ് മരക്കാർ നിർമ്മിച്ചത്. തിയേറ്ററിൽ അതിൻ്റെ വിധി എന്തോ ആവട്ടെ, പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ട് മോഹൻലാൽ മരക്കാറിനെ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നുണ്ട്. CJ റോയ് TV മേഖലയിലും സിനിമാ മേഖലയിലും ഇതുപോലെയൊക്കെ ചെയ്തില്ല. ഇപ്പോൾ ടൊവിനോ ചിത്രമായ ഐഡൻറ്റിറ്റിയും CJ റോയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നിർമ്മിച്ചൊരു സിനിമയാണ്. ഐഡൻറ്റിറ്റി വാസ് എ ഫ്ലോപ്പ് ഇൻ തിയേറ്റേഴ്സ്. പക്ഷേ എന്നാൽ പോലും ആ ഒരു ബ്രാൻഡാക്കാൻ CJ റോയ്ക്ക് സാധിച്ചു എന്നുള്ളത് വേണം തന്നെ പറയാൻ. ഇനിയൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം വിത്ത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആൻഡ് CJ റോയ്. ഈ സിനിമ, അതായത് CJ റോയുടെ നിർമ്മാണ കമ്പനിയായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുങ്ങുന്നൊരു സിനിമ
ഷൈൻ ടോം ചാക്കോ, ബാബുരാജ് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ സിജു വിൽസൺ ഉണ്ട് കേട്ടോ. ആ സിനിമയായ ബാംഗ്ലൂർ ഹൈ എന്ന സിനിമയാണ്. ആ സിനിമ സംവിധാനം ചെയ്തത് VK പ്രകാശാണ്. അത് നിർമ്മിക്കുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ്. ഈ സിനിമയുടെ പൂജാ ചടങ്ങ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന സമയത്ത് മീഡിയക്കാരൊട്ടാകെ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ഈ പൂജ ചടങ്ങ് നടക്കുന്നത് ബാംഗ്ലൂരിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആ ഒരു വലിയ സ്ഥലമാണ്. ഇപ്പോൾ പലരും രംഗണ്ണൻ്റെ ആ തരിശു ഭൂമിയാണ് ഇപ്പോൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ പറയുന്നത് പോലെ CJ റോഡ് ഒരു വലിയ സാമ്രാജ്യമുണ്ട്, വലിയ സ്ഥലം, ഏക്കർ കണക്കിന് ഏകദേശം 400 ഏക്കറോളം വരുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഒട്ടാകെ അവിടെയാണ് ഈ പൂജാ ചടങ്ങ് നടക്കുന്നത്. അവിടേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. നമ്മളെ പല മാധ്യമക്കാരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി, ബാംഗ്ലൂരിലാണ് കൊണ്ടുപോകുന്നത്. ബാംഗ്ലൂർ കൊണ്ടുപോയി ഇവിടേക്ക് കൊണ്ടെത്തിച്ചതിന് ശേഷം ആ ഒരു 400 ഏക്കർ സ്ഥലവും നമുക്കെല്ലാം കാണാനും പറ്റി, എല്ലാം വിസിബിളാക്കാൻ പറ്റി, എല്ലായിടത്തും ആക്സസ് ഉണ്ടാക്കാൻ പറ്റി. അതിനുശേഷം അദ്ദേഹം വന്നിറങ്ങുന്നത് ഹെലികോപ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടെ ഹെലികോപ്റ്ററിലേക്ക് വന്നിറങ്ങി അവിടെ പൂജാ ചടങ്ങ് നടത്തുന്നു. ഷൈൻ ടോം ചാക്കോയും ഒക്കെ തന്നെയുണ്ട്, എല്ലാവരും സന്നിധിയിലാണ്. CJ റോയുടെ മകൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു മലയാള സിനിമയും കൂടിയായിട്ടാണ് ബാംഗ്ലൂർ ഹൈയെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിച്ചിരുന്നത്. മീഡിയക്കാരോട് എല്ലാവരോടും വലിയ സ്നേഹം, പേഴ്സണലി എല്ലാവരോടും വന്ന് സംസാരിക്കുന്നു, ഒരു നല്ല മനുഷ്യനായിട്ട് ഫീൽ ചെയ്യുന്നു, ഒരു ചിരിച്ച മുഖത്തോടു കൂടി മീഡിയക്കാർ പ്രസൻറ്റ് ചെയ്യുന്നു, മീഡിയക്കാരുടെ മുന്നിൽ നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന് തന്നെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ടു ബി ഓണസ്റ്റ്, അദ്ദേഹം മീഡിയയ്ക്ക് മുന്നിൽ തന്നെ വന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് തനിക്കൊരു പേഴ്സണൽ മാനേജറായിട്ടോ അങ്ങനെയൊന്നുമില്ല, ഒരു മീഡിയ ടീമില്ല, സോഷ്യൽ മീഡിയ ടീമില്ല, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലക്ഷൂറിയസ് കാറിൻ്റെ കമ്പനിയ ശേഖരം തന്നെയുണ്ട്. നമ്മൾ പറയാൻ തുടങ്ങിയ കുറച്ചധികം സമയം എടുക്കുന്ന തരത്തിലുള്ള ലക്ഷറി കാർസിൻ്റെ ഉടമസ്ഥനാണ് CJ റോയ്. മാരുതി 800-ൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ഇൻസ്പയറിങ് യാത്രയാണ്, പറയാതിരിക്കാൻ വയ്യ. ഏകദേശം 9,000 കോടി രൂപയുടെ സ്വത്തുക്കൾ, അങ്ങനെ നീണ്ടു നിൽക്കുന്ന CJ റോയുടെ സാമ്രാജ്യമുണ്ട്. ബട്ട് വൈ, ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. എന്താണ് കാരണം, എന്താണ് ആ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്, തോക്കെടുത്ത് നെഞ്ചിൽ വെടിവെക്കാൻ മാത്രം എന്താ സംഭവിച്ചത് എന്നത് അറിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, എന്താ സംഭവിച്ചതെന്നും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പക്ഷേ എന്തായാലും FK ആയാലും നിർമ്മാതാക്കളുടെ സംഘടനയായാലും എല്ലാവരും വളരെ ഞെട്ടലിലാണ്. എല്ലാവരും, അതായത് ആ 2 സംഘടനകൾ മാത്രമല്ല, CJ റോയുടെ മരണ വാർത്ത കേട്ട് ഓരോ മലയാളിയും ഞെട്ടലിലാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയാണ് CJ റോയ് എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ പറയേണ്ടത്. ഇനി ബാംഗ്ലൂർ ഹൈ എന്ന സിനിമ എന്താണ് അതിൻ്റെ കാര്യം എന്നതിനെ പറ്റിയൊന്നും അറിയില്ല. എന്തായാലും അതിൻ്റെ VS അച്യുതാനന്ദൻ മരണപ്പെടുന്ന ദിവസം, അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ മരണപ്പെടുന്ന ദിവസമായിരുന്നു ഈ സിനിമയുടെ പൂജ നടക്കുന്നത്. കാരണം ഈ പൂജാ വേളയിലിടയിലാണ് ഈ മരണ വാർത്ത അവിടെ അറിയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ആ പൂജ പരിപാടി വൈൻഡപ്പ് ചെയ്യായിരുന്നു CJ റോയ്. ഒരു വലിയ പരിപാടിയായിട്ട് നടത്താനിരുന്നതാണ്. പക്ഷേ മുൻ മുഖ്യമന്ത്രിയുടെ മരണ വാർത്ത മനസ്സിലാക്കിയ CJ റോയ് ആ ഒരു സന്തോഷം തന്നെ നിർത്തിവെച്ചുകൊണ്ടാണ് ആ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നത്. അതെല്ലാം ഒരു പ്രധാനപ്പെട്ട മൊമെൻ്റായിട്ട് കൂടി അവിടെ ചുറ്റും കൂടിയിരുന്നവർക്ക് മനസ്സിലാവും. പിന്നീട് ആ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ തന്നെ ആയിരുന്നെങ്കിൽ പോലും പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊന്നും പിന്നീട് മീഡിയയിൽ കണ്ടിട്ടില്ല. എന്തായാലും ഇത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബട്ട് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു വലിയ സ്റ്റെപ്പ്, പ്രത്യേകിച്ച് ടെലിവിഷൻ മേഖലയിലേക്ക് ഇന്ന് കാണുന്ന പലരിലേക്കും ഇതെത്തിക്കാൻ സഹായിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു കമ്പനി കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.